കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരു കുട്ടി കൂടി ചികിത്സയിൽ. കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള 14 വയസ്സുള്ള കുട്ടിയെയാണ് രോഗലക്ഷണത്തോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഫറോക്കിൽ രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലുള്ള 14-കാരന്റെ ആരോഗ്യനില അത് ഗുരുതരമായി തുടരുകയാണ്. MS അനീഷ് കുമാർ ചെയ്തിരുന്നു. അനീഷ്, കോഴിക്കോട് വീണ്ടും ഒരു മസ്തിഷ്ക ജ്വര ഭീതി ഉയർത്തുന്ന ഒരു വാർത്തയാണല്ലോ. പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ അത് മസ്തിഷ്ക ജ്വരം ആണ് എന്നുള്ളത്? എൽദോ, ഇന്നലെയാണ് തിക്കൊടി സ്വദേശിയായ 14 വയസ്സുകാരനെ മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങളോടുകൂടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഈ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2ആയി മാറിയിരിക്കുന്നു. പയ്യോളി നഗരസഭയുടെ കീഴിലുള്ള കാട്ടുംകുളം എന്ന കുളത്തിൽ കുളിച്ച ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയത്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കടുത്ത പനി, ഛർദിൽ, തലചുറ്റം തുടങ്ങിയ ലക്ഷണങ്ങളാണ് കുട്ടിക്ക് കാണുകയും ചെയ്ത് ഇതേ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ സാമ്പിൾ ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ജ്വരമാണോ എന്ന് കണ്ടെത്താനുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം വൈകാതെ വരുമെന്നാണ് കണക്കാക്കാൻ കഴിയുന്നത്. നിലവിൽ രോഗലക്ഷണങ്ങളോട് ചികിത്സിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. എന്തായാലും ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായ ശേഷം പയ്യോളി നഗരസഭയുടെ കീഴിലുള്ള കാട്ടുംകുളം അണുവിമുക്തമാക്കുകയും അവിടേക്ക് ആളുകളും മറ്റും പോകുന്നത് നഗരസഭ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 12 വയസ്സുകാരൻ കുളിച്ച ഫാറൂഖ് കുളവും ഫാറൂഖിനടുത്തുള്ള കുളവും സമാനമായ രീതിയിൽ തന്നെ അണു നശീകരണം നടത്തിയത്. ഇവിടുത്തെ കുട്ടി ഇപ്പോഴും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതീവ ഗുരുതരമായി കുട്ടിയുടെ ആരോഗ്യനില തുടരുന്നു എന്നാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ് പ്രവർത്തകരും ഒപ്പം ഈ ആശുപത്രിയിൽ നിന്നുള്ള ആളുകളും അറിയിച്ചിരിക്കുന്നത്. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തി വരുന്നത്. ഡോക്ടർമാരുടെ പ്രത്യേക സംഘം നിരന്തരം ഈ കുട്ടിയെ നിരീക്ഷിച്ചു വരികയാണ് എന്നും അധികൃതർ അറിയിച്ചിരുന്നു. അച്ചൻകുളം എന്ന കുളത്തിലായിരുന്നു അന്ന് ആ കുട്ടി കുളിക്കുകയും ചെയ്ത്. ആ കുളത്തിന് കുളിച്ച അല്ലെങ്കിൽ അതിന് സമീപപ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ നിരീക്ഷണത്തിലാണ്. അവിടെ മറ്റാർക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം നേരത്തെ 2 കുട്ടികൾക്ക് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലുമായിരുന്നു ചികിത്സ കഴിഞ്ഞത്. 2 പേരുടെയും ജീവൻ രക്ഷിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മലപ്പുറം സ്വദേശിയായ പെൺകുട്ടിയാണ് ആദ്യം രോഗബാധ സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ ജീവൻ നിലനിർത്തുന്നതിനായി കഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ആ കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. രണ്ടാമത് ഈ കണ്ണൂർ സ്വദേശിയായ കുട്ടിയാണ് മൂന്നാറിൽ വിനോദസഞ്ചാരത്തിന് പോയപ്പോൾ അവിടുത്തെ ഒരു സ്വകാര്യ കുളത്തിൽ കുളിച്ച ശേഷം അവിടെ നിന്നാണ് അമീബിക് ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിപ്പിച്ചത്, അമീബിക് മെനിഞ്ചൈറ്റിസ് ശരീരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് കണ്ടെത്തുകയും ചെയ്തത്. ആ കുട്ടിയുടെ ജീവനും രക്ഷിക്കാനായില്ല. എന്തായാലും 3ാമത്തെ കുട്ടിയും അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നതാണ്. 4ാമതൊരാൾക്ക് ഇപ്പോൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. എൽദോ. ശരി, MS അനീഷ് കുമാറാണ് വിവരം നൽകിയത്. കോഴിക്കോട് മറ്റൊരു കുട്ടി കൂടി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അതിൻ്റെ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിലാണ്. എന്താണെങ്കിലും മറ്റൊരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടല്ലോ. ഫറോക്കിലെ കുട്ടി, ആ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്.